Hi everyone, welcome to my channel. ഇന്നൊരു ചിക്കൻ സ്നാക്ക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെരി ടേസ്റ്റി യമ്മി ചിക്കൻ പൊട്ടറ്റോ ക്രോക്കറ്റ്സ്. ഇത് ചിക്കൻ പിന്നെ പൊട്ടറ്റോ മാഷ് ചെയ്ത് ഇത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ആ നല്ല എന്താ പറയുക യമ്മി ടേസ്റ്റ്. പിന്നെ പുറത്ത് നല്ല ക്രിസ്പി അതിൻ്റെ ക്രഞ്ചിയാണ്, ഉള്ളിൽ ക്രീമി. അപ്പോൾ അറിയാമല്ലോ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും. കടിക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റാണ്. അത് നമുക്ക് അതൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിന് റെസിപ്പി ഞാൻ ബട്ടർ 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്യാം. പിന്നെ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ച ഓണിയൻ സവാള അരിഞ്ഞത് ഒന്ന് വഴറ്റുക. അതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ അതിലേക്ക് ചേർക്കണം. ഓക്കെ, ഇനി 1/2 കപ്പ് പാല് ചേർക്കാം. അതിനിടയിൽ പൊട്ടറ്റോ വേവിച്ച് ഒന്ന് മാഷ് ചെയ്തെടുത്തതാണ്, അത് മാറ്റി വെക്കുക. നെക്സ്റ്റ് മുട്ടയുടെ യോക്ക് സെപ്പറേറ്റ് ചെയ്ത് അത് പൊട്ടറ്റോയിൽ ചേർക്കാം. എന്നിട്ട് അതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി കൊറിയാണ്ടർ ലീവ്സ് ചോപ്പ് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കുക. അതും കൂടി മിക്സ് ചെയ്യാം. ബോൺലെസ് ചിക്കൻ ഞാൻ ചെറുതായി ചോപ്പ് ചെയ്ത് പെപ്പർ ചേർത്ത് വേവിച്ചെടുത്തിട്ടാണ്. അത് ജസ്റ്റ് ഒന്ന് ഉടച്ച് പൊടി പോലെ ആക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ മിക്സിയിലൊടിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ഞാനൊന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ അതിലേക്ക് വേറെ ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തത്. നെക്സ്റ്റ് ഞാൻ നട്ട്മെഗ് ഗ്രേറ്റ് ചെയ്തത് 1/2 ടീസ്പൂൺ. നെക്സ്റ്റ് ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി പൊട്ടാറ്റോ മിക്സും ചേർത്ത് എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വറുത്ത് കോരാൻ ബ്രെഡ് ക്രംസ്, പിന്നെ 2 മുട്ട പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് പാല് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ മൈദ, ഇത് 3 എടുത്ത് വെക്കുക. അത് ഉരുട്ടി ഈ ഒരു ഷേപ്പിൽ ക്രോക്കറ്റ് ഷേപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മളിത് മൈദ കോട്ട് ചെയ്യുക. മൈദയിൽ കോട്ട് ചെയ്തതിന് ശേഷം എഗ് മിൽക്ക് മിക്സറിൽ അതിൽ ഡിപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്യാം. കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ തന്നെ ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം.
അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ വറുത്ത് കോരാം. ഓക്കെ. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനിത് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ള. എണ്ണ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വറുത്തെടുക്കാം. നമ്മളെ ചിക്കൻ ക്രോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. Thank you for watching. Bye.